ഒറ്റപ്പാലം RS റോഡിലെ പള്ളം നിവാസികളുടെ യാത്രാ ദുരിതം അവസാനിപ്പിക്കാൻ നഗരസഭ സത്വര നടപടി സ്വീകരിക്കണമെന്ന് BJP. പ്രദേശത്ത് റെയിൽവേ മതിൽ നിർമ്മാണം തടയാൻ സമരവുമായി മുന്നിട്ടിറങ്ങിയ CPM പ്രശ്നപരിഹാരത്തിന് അവർ ഭരണത്തിലുള്ള നഗരസഭ എന്ത് ചെയ്തെന്ന് വ്യക്തമാക്കണമെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ ആവശ്യപ്പെട്ടു. പ്രദേശത്ത് റെയിൽവേ മതിൽ നിർമ്മാണം നടത്തുമെന്നറിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞു. അതിന്റെ പ്രവർത്തനം ആരംഭിക്കുമെന്നറിഞ്ഞ് രാജ്യസഭാ MP രാധാ മോഹൻദാസ് അഗർവാളിനെ സ്ഥലത്ത് എത്തിച്ച് റെയിൽവേ ബോർഡ് ചെയർമാനെ കൊണ്ട് BJP താൽക്കാലികമായി നിർമ്മാണം നിർത്തിവെപ്പിച്ചിരുന്നു. എന്നാൽ പിന്നീട് ശാശ്വത പരിഹാരത്തിനായി ഒറ്റപ്പാലം നഗരസഭ ഒന്നും ചെയ്തില്ലെന്ന് BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ കുറ്റപ്പെടുത്തി. MLAയും MPയും ഈ വിഷയത്തിൽ ഇടപെടണം. ഈ പ്രദേശത്തെ വീടുകളുടെ നികുതി നഗരസഭ കാലങ്ങളായി കൈപ്പറ്റുകയും റവന്യൂ വകുപ്പ് ഭൂനികുതി ഈടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സമരവുമായി മുന്നിട്ടിറങ്ങിയ CPM അവരുടെ ഭരണത്തിലുള്ള മുനിസിപ്പാലിറ്റി പ്രദേശവാസികളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ എന്ത് ചെയ്തു എന്ന് വ്യക്തമാക്കണമെന്നും P. വേണുഗോപാൽ ആവശ്യപ്പെട്ടു. RS റോഡിലുള്ള പള്ളം പ്രദേശത്ത് ഉള്ള 50ഓളം കുടുംബങ്ങൾ അവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അവിടെ റെയിൽവേ പുതുതായിട്ട് എല്ലാ ഭാഗങ്ങളും നടത്തുന്ന മതിൽപ്പണിയുടെ ഭാഗമായിട്ട് ഇവർക്കുള്ള വഴി കൊട്ടിയടക്കപ്പെടുന്നത്. പക്ഷേ ഇതിൽ അടിയന്തരമായി ഇടപെട്ട് അതിന് ശാശ്വത പരിഹാരം കാണേണ്ടത് ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ മുനിസിപ്പാലിറ്റിയാണ്. മുനിസിപ്പാലിറ്റി അതിൽ ഇടപെടാതെ പാർട്ടി നേതാക്കന്മാരെ വെച്ചുകൊണ്ട് ഒരു സമരം നടത്തിയാൽ അത് ജനങ്ങളെ കബളിപ്പിക്കാൻ മാത്രമേ ഉതകുള്ളൂ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. ഇവിടെ മതിൽ പണിയുന്നു എന്നുള്ള വിഷയം ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വന്നതല്ല. ഒരു വർഷം മുന്നേ ഈ കാര്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ റെയിൽവേയുടെ ഭാഗത്തുണ്ടായപ്പോൾ അന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും രാജ്യസഭാ MPയുമായിട്ടുള്ള രാധാ മോഹൻദാസ് അഗർവാള് ഈ സ്ഥലം സന്ദർശിക്കുകയും ജനങ്ങളുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഡൽഹിയിൽ റെയിൽവേ ബോർഡ് ചെയർമാനെ നേരിട്ട് കണ്ട് നിവേദനം കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി മതിൽ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചു. അന്ന് തന്നെ റെയിൽവേ ബോർഡ് വ്യക്തമാക്കിയിരുന്നു ഇത് താൽക്കാലികമായി നിർത്തിവെക്കലാണ്. ഇതിന് പരിഹാരം കാണാൻ മുനിസിപ്പാലിറ്റി അടിയന്തരമായി ഇടപെട്ടാൽ, അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇടപെട്ടാൽ ഇത് പരിഹരിക്കപ്പെടുമെന്ന് പറയുമ്പോൾ അതിൻ്റെ മതിൽ നിർമ്മാണം നിർത്തുമെന്നുള്ളതല്ല. ജനങ്ങൾക്ക് യാത്രാ സൗകര്യം ഒരുക്കാൻ പകരം ഒരു സംവിധാനം ഇവിടുത്തെ മുനിസിപ്പാലിറ്റി അധികൃതരാണ് റെയിൽവേയുമായി സംസാരിച്ച് പരിഹാരം കാണേണ്ടത്. അതിനുള്ള ഫണ്ട് നീക്കിവെക്കാൻ മുനിസിപ്പാലിറ്റി തയ്യാറാവേണ്ടി വരും. റെയിൽവേ മതിൽ കെട്ടുന്ന പ്രദേശങ്ങളിലെ ജനങ്ങളുടെ യാത്രാ സംവിധാനം സുതാര്യമാക്കാൻ അതാത് പ്രദേശങ്ങളിലെ പ്രാദേശിക ഭരണകൂടം മുന്നിട്ടിറങ്ങുകയാണ് വേണ്ടത്. ലക്കിടി പഞ്ചായത്തിലും വാണിയംകുളത്തും സമാനമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിന് ക്രിയാത്മക പരിഹാരം കാണുന്നതിനു പകരം സമരപ്രഹസനം നടത്തി ജനങ്ങളെ വിഡ്ഢികളാക്കുകയല്ല വേണ്ടതെന്നും P. വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. ഇത് എത്രയും പെട്ടെന്ന് ചെയ്യുകയാണ് ആ പള്ളം പ്രദേശത്തും അതുപോലുള്ള പ്രദേശത്തുള്ള ജനങ്ങളോട് ഇവർക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. അതിന് പകരം റെയിൽവേയിലേക്ക് മാറ്റി നടത്തിയതുകൊണ്ട് ഇതിനൊരു പരിഹാരമാവില്ല, സമരം ചെയ്തുകൊണ്ട് ഒരു പരിഹാരമാവില്ല. ഇത് റെയിൽവേ ബോർഡിന്റെ തീരുമാനം സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ടുള്ളതാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഇടപെടാതെ ഞങ്ങൾ അന്ന് രാധാ മോഹൻദാസ് അഗർവാൾ പോയി അതിന് ശേഷം ഇതിൽ ഒരു ഇടപെടലും മുനിസിപ്പാലിറ്റി ഭാഗത്ത് ഒരു നീക്കവും നടന്നിട്ടില്ല, MLAയുടെ ഭാഗത്തുനിന്ന് ഒരു നീക്കവും നടന്നിട്ടില്ല, അതേപോലെ തന്നെ MPയുടെ ഭാഗത്തുനിന്ന് വേണ്ട ഒരു ഇടപെടലും നടത്തുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ അതിന് പാസേജ് ഉണ്ടാകുമായിരുന്നു, അതിൻ്റെ സംവിധാനങ്ങൾ ഉണ്ടാകുമായിരുന്നു, ജനങ്ങളുടെ ആശങ്ക മാറ്റാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് മുനിസിപ്പാലിറ്റിയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പഞ്ചായത്തുകളൊക്കെ ഇതിനു വേണ്ടിയുള്ള നടപടികൾ എടുക്കണം. അതിന് മുനിസിപ്പാലിറ്റിയിൽ അല്ലെങ്കിൽ പഞ്ചായത്തുകളിൽ ഫണ്ട് കുറവുണ്ടെങ്കിൽ അതിന് വേണ്ടതായുള്ള ഫണ്ട് നീക്കിവെക്കാൻ MLAയും MPയും തയ്യാറാവണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.